വന്നാലും വന്നാലും ശകുനി ഭായ്, ആമിറിന്റെ കൊട്ടാരത്തിലേക്ക് അവിടത്തേക്ക് സ്വാഗതം. അവിടുത്തെ ആഗമനം ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു. ഒരു ഭാഗത്ത് ജ്യോധയുടെ ജന്മദിനം, മറുഭാഗത്ത് ഒന്നും പറയണ്ട, എനിക്കറിയാം. ശകുനിക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാ ഞാൻ വന്നത്. അവിടുത്തെ ആഗമനത്തോടെ ഞങ്ങളുടെ അഭിമാനം വർദ്ധിച്ചു. ഞങ്ങൾക്കും അവിടുത്തെ ആദരിക്കണം. എന്റെ കൂടെ വരൂ. വന്നാലും ജ്യോതിയുടെ ഭാവി പ്രവചിക്കാൻ പോവുകയല്ലേ അവിടുന്ന്? അതിനുള്ളതാണിത്. ഭാഗ്യം കൂടെയുണ്ടെങ്കിൽ പണം ലഭിക്കും റാണി. എന്നാൽ പണം കൊണ്ട് സമയത്തെ മാറ്റാൻ സാധിക്കില്ല. ഇത് അവിടത്തേക്കുള്ളതാണ്. സ്വീകരിച്ചാലും. നിന്റെ ജ്യോഥ ഭാഗ്യവതിയാണ്. സത്യമാണോ? മഹാറാണിയായി മാറും നിന്റെ ജ്യോഥ. അവിടുത്തെ നാവ് പൊന്നകട്ടെ ശകുനി ഭായ്. ഭാവി തന്നെ മാറ്റിമറിക്കും നിന്റെ ജ്യോഥ. ദേവിയുടെ കൃപ. അവിടുന്ന് ഇതുകൂടി പറഞ്ഞാലും ഏത് രാജകുടുംബവുമായാണ് ജ്യോഥയ്ക്ക് ബന്ധമുണ്ടാവുക? മുഴുവൻ രാജവംശത്തിന്റെയും ഭാഗ്യമായ അമീറുമായാണ് ബന്ധിക്കുന്നത്. അമീറിന്റെ ജാതകം രാജകുമാരിയുടെയും. പിന്നെ രാജകുമാരിയുടെ ജാതകത്തിൽ അത് മാത്രമല്ല ഉള്ളത് മേനാവതി. പിന്നെ അവൾ അമീറിന്റെ മാത്രമല്ല, മുഴുവൻ ഭാരതത്തിന്റെയും ഭാഗ്യമാണ്. ജ്യോധയ്ക്ക് അതിർത്തികൾ ലംഘിക്കുന്നതല്ലേ ഇഷ്ടം? ജ്യോധ ശത്രുക്കളുടെ വീട്ടിലേക്ക് പോകും. രജപുത്രർക്കിടയിൽ ആമിറിന് ശത്രുക്കൾ ആരും തന്നെയില്ല. രജപുത്രർക്ക് പുറത്തോ? നിന്റെ ജ്യോഥ മുഗളന്മാരുടെ വീട്ടിലേക്ക് പോകും. ഇല്ല, അവിടുത്തെ കള്ളം പറയുകയാണ്. എന്റെ ജ്യോതിയുടെ വിധി ഒരിക്കലും അങ്ങനെ ആകില്ല. പറയൂ. പറഞ്ഞാലും ഗണിച്ചതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാവും. ദയവായി പറയൂ. എന്താണോ സംഭവിക്കാൻ പോകുന്നത്, അതിനു മുമ്പ് തന്നെ അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. അടുത്ത കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നീ നിന്റെ മകളെ കാണുമ്പോൾ അവളുടെ നിറകയിൽ ഉറപ്പായും മണ്ണുകൊണ്ടുള്ള സിന്ദൂരം, അഴിഞ്ഞുലഞ്ഞ മുടി, ചുവന്നു തുടുത്ത കവിളുകൾ, മാറുന്ന ഭാവഭേദങ്ങൾ. പ്രകൃതി ഇന്ന് അവളിൽ സ്വന്തം ഭാവം പതിക്കുന്നതാണ്. ഇന്നാദ്യമായി അവൾ അവിടേക്ക് പോകും. അവരുടെ വീട്ടിൽ അവൾ ദീപം തെളിക്കും. ഇതാണ് സംഭവിക്കുക. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദീപ, സരസ്വതി, പുഷ്പ, എല്ലാവരും എവിടെ പോയി കിടക്കുന്നു? ഒന്ന് വേഗം വരൂ. ശകുനിപ്പായി പോകുകയാണ്. അതിർത്തി വരെ വിട്ടിട്ട് വരൂ. വേഗാവട്ടെ. ഇന്ന് വൈകുന്നേരത്തെ ആഘോഷങ്ങൾക്ക് ഇവരുണ്ടാവില്ല. മേനാവതി, എടത്തി, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഇവരെ യാത്ര അയക്കട്ടെ. പുഷ്പ,
കണ്ണുകൾ അടയ്ക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നീ അന്ധയാകും. ഈ ലോകർ അന്ധരാകില്ല മേനാവതി. ശകുനിയെ പറഞ്ഞയച്ചത് കൊണ്ട് വിധി മാറുകയില്ല. എന്റെ ജീവൻ എടുത്താലും ശകുനി ഇത് തന്നെ പറയും. വാതിലുകൾ അടയ്ക്കൂ. നിങ്ങൾ ഉറപ്പുവരുത്തണം, ഈ സ്ത്രീ ഇനി ഒരിക്കലും ഈ കൊട്ടാരത്തിൽ കാലുകുത്താൻ പാടില്ല. വാതിലുകൾ അടയ്ക്കൂ. അങ്ങനെ സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ അവരെന്താ പറഞ്ഞത് മേനാവതി? ഒന്നുമില്ല, അങ്ങനെ ഒന്നും തന്നെ അവർ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ എല്ലാവരോടുമായി പറയുകയാണ്, ജോധ അറിയാനേ പാടില്ല ശകുനി ഭായി ഇവിടെ വന്നതും അവളുടെ ഭാവി പ്രവചിച്ചതും. ഇക്കാര്യം നമ്മുടെ കണ്ണുകളിലും ചെവികളിലും മാത്രം ഇരുന്നാൽ മതി. ജോധയ്ക്ക് അതിർത്തികൾ ലംഘിക്കുന്നതല്ലേ ഇഷ്ടം? ജോധ ശത്രുക്കളുടെ വീട്ടിലേക്ക് പോകും, മുഗളന്മാരുടെ വീട്ടിലേക്ക് പോകും. എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാനാകില്ല അങ്ങക്ക് ആതിഥേയനാകാനുള്ള അവസരം ലഭിച്ചതിൽ. പക്ഷേ പ്രഭു, അങ്ങ് ഇതുവരെ വന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ. ഈ ഗുലാമിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഗുലാം ചോദ്യങ്ങൾ ചോദിക്കുകയില്ല ഷറഫുദ്ദീൻ, ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്യുക. എങ്കിൽ ഉത്തരവ് നൽകിയാലും അങ്ങക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്റെ വിശപ്പ് അധികാരത്തിനായി മാത്രമാണ്. പക്ഷെ ഖാൻ ബാബ ആഗ്രഹിച്ചാൽ ഷറഫുദ്ദീന്റെ യാഥാർത്ഥ്യം തെളിയിക്കാനാകും. ഷഹൻഷാ, അങ്ങ് അല്പസമയം വിശ്രമിച്ചാലും ഞാൻ അങ്ങയുടെ അതിൽ സ്പർശിക്കാനുള്ള ധൈര്യം കാണിക്കണ്ട. സമയം വരുമ്പോൾ ഞാൻ തന്നെ അത് ഉറയിൽ നിന്ന് പുറത്തെടുത്തോളാം. പിന്നെ ഞാൻ എന്റെ ആയുധം മറ്റാരുടെ കൈകളിലേക്കും നൽകാറില്ല. ഗുലാം അങ്ങയോട് മാപ്പ് പറയുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. അങ്ങയ്ക്ക് അല്പസമയം വിശ്രമിക്കണമെങ്കിൽ ആദ്യം നീ ഇത് കഴിക്ക്. അങ്ങ്? ഞാനാണ് പറയുന്നത്, ആദ്യം നീ ഇത് രുചിച്ചു നോക്ക്. ഷെഹൻഷായ്ക്ക് അങ്ങയുടെ ഈ ഗുലാമിനെ അത്ര പോലും വിശ്വാസമില്ലേ? ഞാനിത് കഴിക്കാനാണ് പറഞ്ഞത്, ഉത്തരം പറയാനല്ല. ഇതിന് നല്ല രുചിയുണ്ട്. എന്നാൽ അത് നിന്റെ തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ തല ഈ നിമിഷം തന്നെ താഴെ വീഴുമായിരുന്നു. ഗുലാം എപ്പോഴും അങ്ങയെ അനുസരിച്ചിട്ടേ ഉള്ളൂ പ്രഭു. അങ്ങ് ഇവിടം കീഴടക്കി കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെയും അങ്ങയുടെ ഉത്തരവ് പാലിച്ച് ഞാനും കൂടെ ഉണ്ടാകും. ഇല്ല, ഞാൻ കൊട്ടാരത്തിൽ കാലുകുത്തുകയില്ല. നമ്മുടെ കണ്ണുകളിൽ നിന്നും ആർക്കും ഒരു സംശയം തോന്നാനും പാടില്ല. അങ്ങ് ഷെഹൻഷായല്ലേ, പിന്നെ ഇങ്ങനെ? ഷെഹൻഷായ്ക്ക് മുമ്പ് ഞാനൊരു യോദ്ധാവാണ്. ഒരു യോദ്ധാവ് ഒരിക്കലും തന്റെ ശത്രുക്കൾക്ക് കാണാനുള്ള അവസരം നൽകാറില്ല. ഞാനിവിടെ ആ തയ്യാറെടുപ്പുകളോടാണ് വന്നത്. രജപുത്രർക്ക് തയ്യാറാകാൻ അവസരം ലഭിക്കാത്ത വിധത്തിൽ. ആരാണത്? അമീറിലെ രാജാവിന്റെ മകൾ രാജകുമാരി ജോധ. ഞങ്ങൾ അമ്പലം തകർക്കാൻ അടുത്തുവരെ എത്തിയതാണ് പ്രഭു. പക്ഷെ പെട്ടെന്ന് തന്നെ രാജകുമാരി ജോധ അവരുടെ സൈന്യവുമായി അവിടെ എത്തി.
ആക്രമണ സമയത്ത് പോലും സ്വന്തം സുരക്ഷ പോലും നോക്കാതെ മുഴുവൻ സൈനികരെയും ഞങ്ങളോട് പോരാടാനായി അയച്ചു പ്രഭു. അങ്ങനെ നമ്മുടെ 7 സൈനികർ മരിച്ചു, അവരുടെ 16. അവരെ മുഴുവൻ കൊല്ലേണ്ടതായിരുന്നില്ലേ? ഇതൊക്കെയാണെങ്കിലും പ്രഭു, രാജകുമാരി ജ്യോത അത്രയും സുന്ദരിയായിരുന്നു. ഞങ്ങൾ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ അവളെ നമ്മളൊന്ന് കാണേണ്ടതായിരുന്നു. അവൾ എവിടെയായാലും അവിടെ പ്രകാശഭരിതമാകും. അവളുടെ മുഖം, അവളുടെ രൂപം, അവളുടെ നിറം എല്ലാം മനോഹരമാണ്. എന്റെ മുന്നിൽ അവൾ വരാനിടയായാൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് അവളെ നേടിയെടുക്കും ഷഹൻഷാ. പോകൂ, പോയി നിറമുള്ള വസ്ത്രങ്ങൾ അണിയൂ. നൃത്തത്തിനും സംഗീതത്തിനും എല്ലാം ഉള്ള ഏർപ്പാടുകൾ ചെയ്യും. ആ രാജകുമാരിയുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? ജോധ. ജോധ. എന്തു പറ്റി ജോധ? നിനക്കെന്തു പറ്റി? സംഗ്രാം സിംഗ്, ജോധയെ ഉപദ്രവിക്കും മുമ്പ് നീ മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ക്ഷേത്രത്തിൽ മുഗളന്മാർ ആക്രമണം നടത്തി. മറ്റെല്ലാവരെയും ഞങ്ങൾ രക്ഷിച്ചു. എന്നാൽ മോത്തിഭായിയെ അവർ കൊണ്ടുപോയി. ഞങ്ങൾ അവരെയും രക്ഷിച്ചു. പക്ഷേ മോത്തിഭായി ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു. വളരെ കഷ്ടപ്പെട്ട രക്ഷിച്ചത് ഇവരെല്ലാവരും. അടുത്ത കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നീ നിന്റെ മകളെ കാണുമ്പോൾ അവളുടെ നിറകയിൽ ഉറപ്പായും മണ്ണുകൊണ്ടുള്ള സിന്ദൂരം. ഇന്നാദ്യമായി അവൾ അവിടേക്ക് പോകും. അവരുടെ വീട്ടിൽ അവൾ ദീപം തെളിക്കും. സംഗ്രാം സിംഗ്, സേനയെ വേഗം തയ്യാറാക്കൂ. കൊട്ടാരത്തിന്റെ പ്രധാന കവാടം അടയ്ക്കൂ. അപരിചിതരായ ആരും തന്നെ അകത്തേക്ക് പ്രവേശിക്കരുത്. മാറി മറിഞ്ഞ പരിതസ്ഥിതികൾ നമ്മെ വിവശനാക്കിയിരിക്കുന്നു. ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ക്ഷമിക്കുക. മാതാശ്രീക്ക് ഇതെന്താ പറ്റിയത്? ജോധ, വരൂ, എല്ലാവരും പോകൂ. മാതാശ്രീ എന്തായി ചെയ്യുന്നത്? അവിടെ മൂത്തിബായി ജീവന് വേണ്ടി പോരാടുന്നു. എന്നിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോ മനസ്സിലാവും ജോധ, ആമിറിലെ രാജകുമാരിയല്ല, ഏതോ ഒരു തെരുവ് പെണ്ണിനെ പോലെയാ തോന്നുന്നത്. നെറുകയിലെ മണ്ണുകൊണ്ടുള്ള സിന്ദൂരം, ഈ അഴിഞ്ഞുലഞ്ഞ മുടി. മുഗളന്മാർ ഞങ്ങളെ ആക്രമിച്ചു മാതാശ്രീ. ഈ മണ്ണ് നിന്റെ നെറ്റിയിൽ എങ്ങനെ പുരണ്ടു ജോധ? എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചു? മാതാശ്രീ എന്തായി ചെയ്യുന്നത്? അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല. നാം ദാസിമാരോട് പറഞ്ഞത് കഴുകി. വേണ്ട, ഇരിക്കും അവിടെ. മാതാശ്രീ, ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ ശകുനി ഭായി പ്രവചിച്ചത് ഒന്നും തന്നെ സത്യമാകാൻ ഞാൻ സമ്മതിക്കില്ല. മാതാശ്രീ എന്തായി ചെയ്യുന്നത്? എന്ത് പ്രവചനം? ആരെ കുറിച്ച് എന്തൊക്കെയായി പറയുന്നത്? അത് നീ അറിയേണ്ട ആവശ്യമില്ല.
ഇനിമേൽ ഈ കൊട്ടാരത്തിന് പുറത്തേക്ക് നീ കാലെടുത്ത് വെച്ചാൽ ഈ ആമിറിൽ എന്നേക്കാൾ മോശമായി ആരും ഉണ്ടാകില്ല. മാതാശ്രീ ഇത് എന്തൊക്കെയായി പറയുന്നത്? നീ വേഗം നിന്റെ വസ്ത്രങ്ങൾ മാറ്റൂ. നിനക്കൊന്നും സംഭവിക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്ത് സംഭവിക്കില്ല എന്നാണ് മാതാശ്രീ? നമ്മോട് പറയൂ, എന്താണ് കാര്യം? ഇപ്പൊ നീ എന്റെ പഴയ ജ്യോതിയായി. എന്നാൽ പറയൂ അമ്മയുടെ ജ്യോതിയോട്, എന്താണ് അമ്മ കാര്യം? ഉച്ചയ്ക്ക് നാം ഉറങ്ങിയപ്പോൾ ഒരു വളരെ മോശം സ്വപ്നം കണ്ടു. മാതാശ്രീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഞാൻ അവിടെ അപകടത്തിലായിരുന്നപ്പോൾ എന്റെ അമ്മ ഇവിടെ ഇരുന്ന് തിരിച്ചറിഞ്ഞു. നാം നിനക്ക് വാക്ക് തരികയാണ് ജോധ. നിന്റെ വഴിയിലുണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും നാം ഇല്ലാതാക്കും. എന്തു വില കൊടുത്തായാലും ശരി. ഇനി ഭഗവാനാണ് നിനക്കെതിരായി വരുന്നതെങ്കിൽ അദ്ദേഹത്തോടും പോരാടും. ഇതിഹാസം സ്വന്തം യോദ്ധാവിനെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ സ്വന്തം കഥ പൂർത്തിയാക്കാനായി ഭാരതത്തിൽ ജോധയെയും അക്ബറിനെയുമാണ് തിരഞ്ഞെടുത്തത്. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അസംഭവ്യമായിരുന്നു, പക്ഷേ കണ്ടുമുട്ടി. അതായത് ചരിത്രത്തിൽ മുഴുവനും അങ്ങനെയൊരു പ്രണയകഥ പാദസരത്തിന്റെ നാദം പോലെ ഭാരതത്തിൽ അലയടിക്കണമായിരുന്നു. ഈ ശ്വാസത്തിന് ശേഷം അടുത്ത ശ്വാസമുണ്ടാകുമെന്ന് പോലും കരുതാനാകില്ല. ഇന്ന് മുഗളന്മാർ നമ്മുടെ അതിർത്തി വരെ എത്തിയിരിക്കുന്നു. നാളെ കവാടത്തിൽ, മറ്റന്നാൾ കൊട്ടാരത്തിൽ. നമ്മോട് ക്ഷമിച്ചാലും അമ്മാവ, തെറ്റ് അങ്ങയുടേതാണ്. അങ്ങ് ജ്യോതിയെ ഇത്രയും ദൂരേക്ക് അയക്കാൻ പാടില്ലായിരുന്നു. അവളെ ദൂരേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഒരിക്കലും ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ കൊട്ടാരത്തിൽ നമ്മുടെ പെൺമക്കൾക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ അത് രജപുത്രർക്ക് ലജ്ജ ഉളവാക്കുന്നതാണ്. ഗൗരി ആയാലും മോത്തിബായി ആയാലും അവരെല്ലാം രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മിലാണ്. നോക്കൂ രാജന്, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്കറിയില്ല ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന്. അതും ഇത്രയും വലിയ തെറ്റ്. മതി, നിന്റെ ഈ പുലമ്പലൊന്ന് നിർത്തുന്നുണ്ടോ? സ്വന്തം പല്ലട കൊത്തുന്നത് നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനെ കുറിച്ച് ആലോചിക്ക്. നമ്മുടെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന അമ്മാവൻ എന്താ ചിന്തിക്കുന്നത്? ഉത്സവം തുടങ്ങാൻ ഇനി അധിക നാളില്ല. എല്ലാ വിശേഷപ്പെട്ട സന്ദേശവാഹകരെയും അയച്ച് മുഴുവൻ രജപുത്ര രാജാക്കന്മാരെയും ക്ഷണിക്കൂ. എല്ലാവരും സഭയിൽ ഒത്തുകൂടട്ടെ. നമുക്ക് അവർ എല്ലാവരുമായി സൗഹൃദം പുനഃസ്ഥാപിക്കണം. അല്ല, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവർ ഒത്തുകൂടുന്നത് എങ്ങനെയാണ്? അങ്ങനെ ആരെങ്കിലും നമ്മളുമായി സൗഹൃദം സ്ഥാപിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുഗളന്മാരുടെ മുൻപിൽ ആരും ഒരിക്കലും മുൻപോട്ട് വരില്ല. ഇനി 1000 പേരുണ്ടെങ്കിലും ഒരാൾ പോലും വരില്ല. അങ്ങ് എന്താ കരുതുന്നത്? അവർ സമ്മതിക്കുമെന്നാണോ? ഇത്തവണ നമ്മൾ സൗഹൃദം സ്ഥാപിക്കുക വാക്കുകൊണ്ടല്ല, ബന്ധം കൊണ്ടാകും. എന്ന് വെച്ചാൽ ഇത് തന്നെ. നമ്മൾ രാജാക്കന്മാർക്കിടയിൽ ബന്ധം സ്ഥാപിച്ചെടുക്കും. അവരെ നമ്മുടെ കുടുംബത്തിൽ ഒരാളാക്കി മാറ്റും. നമ്മുടെ പെൺമക്കളെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് ബന്ധുക്കളാക്കി മാറ്റും. അപ്രകാരം രജപുത്രരെല്ലാം ഒന്നായിത്തീരും. ഇതിലൂടെ തന്നെ നമ്മൾ ജോധയ്ക്ക് വേണ്ടിയും യോഗ്യനായ ഒരു വരനെ കണ്ടെത്തും. അയാൾ ഒരു യോദ്ധാവായിരിക്കണം, സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാകണം. പിന്നെ അവർ മുഗളന്മാരുടെ ബദ്ധശത്രുവുമാകണം. ജോധയുടെ വിവാഹം രജപുത്രരുടെ ഏകതയുടെ പ്രതീകമായിരിക്കും. പിന്നെ മുഗളന്മാരുടെ തകർച്ചയുടെ തുടക്കവും.